ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? മക്രോണിയാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാമേ. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് 2 അല്ലി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ലേശം കരിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ 3 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കാണിക്കാമേ. ഒരു അടുപ്പയിൽ പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അടുത്തത് കരിവേപ്പില ഇടുന്നുണ്ട്. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുന്നുണ്ട്. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യണം? അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇടണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം. അതിൻ്റെ അകത്ത് തക്കാളിപ്പഴം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യണം? അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇടണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം. അതിൻ്റെ അകത്ത് തക്കാളിപ്പഴം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ചൂടായി കഴിഞ്ഞിട്ട് തക്കാളി സോസ് ഉണ്ട്, അത് കുറച്ച് തക്കാളി സോസും കൂടെ ഒഴിച്ചു കൊടുത്തേ. നമ്മൾ പാസ്ത വേവിച്ചിട്ടുണ്ടായിരുന്നു, ആ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. പാസ്ത എങ്ങനെ വേവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് ഈ പാസ്ത കുറച്ച് ഉപ്പിടണം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പാസ്ത അടിയിൽ പിടിക്കാതിരിക്കാനും ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഇതിനകത്തോടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഫൈനൽ മക്രോണി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഇവിടെ ഇത് കഴിക്കണം, ടേസ്റ്റ് നോക്കണം, കഴിക്കണം. അങ്ങനെ നമ്മുടെ ഫൈനൽ മക്രോണി ഉണ്ടാക്കി സെർവ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ 2 പേരും കഴിക്കുക. എങ്ങനെയുണ്ട്?
കൊള്ളാം. ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ നമ്മൾ മല്ലിയില ഇട്ടിട്ടില്ല. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ജിക്സമോൻ കഴിക്കത്തില്ല, അതുകൊണ്ട് മല്ലിയില ഇട്ടില്ല.